മൈത്രി വിഷനിലേക്ക് സ്വാഗതം. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിൽ ചേർന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ യോഗം, പട്ടിക്കാട്ടെ ആ യോഗം ചേരുന്നത് 970 ഒക്ടോബർ 27-ന്. ആ യോഗത്തിൽ ബാഫഖി തങ്ങൾ ഈ ജേണൽ കൊണ്ടുവന്ന് വായിച്ചു. ആ ജേണലിലെ അപകടം ആ സദസ്സ് മനസ്സിലാക്കി. അതിനെക്കുറിച്ച് വിമർശനം ഉയർന്നു. അവിടെ വെച്ച് പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളുണ്ടായി. ഒന്ന്, ഈ MESന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കണം. 2, അവരോട് അർഹിക്കുന്ന വിധത്തിൽ പെരുമാറണം എന്ന് പറഞ്ഞാൽ അവരെ അവഗണിക്കണമെന്നർത്ഥം. 3, ഇവരെ കരുതിയിരിക്കണമെന്ന് ജനങ്ങൾക്ക് ഉത്ബോധനം നൽകണം. അതിനുവേണ്ടി ഒരു പ്രമേയം പാസാക്കി എന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 1970 സെപ്റ്റംബർ 25-ലെ MES ജേണലിലെ 13-ാം പേജ് ബാഫഖി തങ്ങൾ വായിച്ചു കേൾപ്പിച്ചിട്ട് അതിനെക്കുറിച്ച് വളരെ ഗൗരവതരമായ ചർച്ച നടത്തിയിട്ട് ഒക്ടോബർ 27-ന്റെ 970 ഒക്ടോബർ 27-ന്റെ മുഷാവറ ഈ കാര്യങ്ങളാണ് തീരുമാനിച്ചത്. ഒരു പ്രമേയം പാസാക്കി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് അപ്പോൾ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? MESന് തിരുത്താൻ അവസരമുണ്ട്. MESന്റെ ഗൗരവത്തെ കുറിച്ച് പത്രത്തിൽ വാർത്ത കൊടുക്കാൻ ശംസുൽ ഉലമയെ ചുമതലപ്പെടുത്തി. അങ്ങനെ MES ഈ വിവരമറിയും, അവർ തിരുത്തും. പക്ഷെ അവർ തിരുത്തിയില്ല. അതിന്റെ സ്ഥാനത്ത് 1970 ഡിസംബർ 25-ന് സുന്നി ടൈംസിൽ വാർത്ത വന്നു. സുന്നി ടൈംസിലാണെന്ന് വാർത്ത വരിക. 970 ഡിസംബർ 25-ന് എന്താ സുന്നി ടൈംസ് പറയുന്നത്? 970 ഡിസംബർ 19-ന് ചേളാരി യോഗം ചേർന്നു. ഒന്നുകൂടി ശ്രദ്ധിക്കണം. ഒന്നാമത്തെ മുഷാവറ ചേർന്നത് ഒക്ടോബർ 27-ന്, രണ്ടാമത് മുഷാവറ ചേരുന്നത് ഡിസംബർ 19-ന്. ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഒക്ടോബർ കഴിഞ്ഞു, നവംബർ, ഡിസംബർ 2 മാസം കഴിഞ്ഞിട്ട് അത് ജനറൽ ബോഡിയാണ്. സമത്തയുടെ മുഷാവറയല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഖാദിരിയ മസ്ജിദിൽ അയനിക്കാട് ഇബ്രാഹിം മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേളാരിയിൽ ചേർന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ ബോഡി, വലിയ ബോഡിയാണ്. ആ ജനറൽ ബോഡിയിൽ വെച്ച് MESൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന നിർദ്ദേശം സമസ്ത സമർപ്പിച്ചു. അപ്പോഴാണ് സമർപ്പിക്കുന്നത്. ബാഫഖി തങ്ങൾ രാജിവെച്ചു. ബാഫഖി തങ്ങൾ സമസ്ത പറഞ്ഞാൽ കേൾക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബാഫഖി തങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുള്ളതും കേൾക്കാറുള്ളതും ബഹുമാനപ്പെട്ട ഉസ്താദുമാരൊക്കെ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമ്മൾ പറയാറുള്ളത്? ബാഫഖി തങ്ങൾ സമസ്ത തീരുമാനമെടുത്തു, ബാഫഖി തങ്ങൾ അതിൽ നിന്ന് വിട്ടു എന്നാ. പക്ഷെ അങ്ങനല്ല. സമസ്തയെ കൊണ്ട് ഈ തീരുമാനം എടുപ്പിച്ചു തന്നെ ബാഫഖി തങ്ങളാണ്. ഈ തീരുമാനം സമസ്തയെ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് അങ്ങനെ തീരുമാനം എടുക്കണം എന്ന് ബാഫഖി തങ്ങൾ ഈ ജേണൽ കൊണ്ടുവന്നുകൊണ്ട് സമർപ്പിച്ചു എന്നാണ് സുന്നി ടൈംസിന്റെ ഈ വാർത്ത രണ്ടും വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. എന്താണ് കാരണം? ബാഫഖി തങ്ങൾക്ക് അത്രമാത്രം സമസ്തയോട് കടപ്പാടുണ്ടായിരുന്നു. ഇതിൽ 2 കാര്യം നമ്മൾ പഠിക്കണം. ഒന്ന്, ബാഫഖി തങ്ങൾ എന്ന വ്യക്തി സമസ്തയോട് കാണിച്ച കടപ്പാട് നമുക്ക് മാതൃകയാണ്. നമ്മുടെ ഉമറാക്കൾ ഈ അർത്ഥത്തിലും അളവിലും സമസ്തയെ സ്നേഹിക്കുകയും സമസ്തക്കൊപ്പം നിൽക്കുകയും ഏത് പ്രതിസന്ധിയിലും സമസ്തയെ ശക്തിപ്പെടുത്തണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്യണം. മറ്റൊന്ന്, ബാഫഖി തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞപ്പോൾ അത് അക്ഷരം പ്രതി നടപ്പാക്കി. ഒന്നാമത്തെ യോഗത്തിൽ സമസ്ത അതിന്റെ ഗൗരവം വിശദീകരിച്ച പ്രമേയം പാസാക്കി. രണ്ടാമത്തെ യോഗത്തിൽ മുഷാവറ വളരെ കൃത്യമായി ജനറൽ ബോഡി കൂടി കൊണ്ട് പറഞ്ഞു അതിൽ നിന്ന് വിട്ടു നിൽക്കണം. ബാഫഖി തങ്ങൾ വിട്ടുനിന്നു. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. MES അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയിൽ വ്യതിചലനമുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോ ബഹുമാനപ്പെട്ടവർ നേരെ സമസ്ത മുഷാവറയിൽ അത് വന്നുകൊണ്ട് അവതരിപ്പിച്ചു. അന്നത്തെ MESന്റെ കാഴ്ചപ്പാടാണ്. ഇപ്പോഴത്തെ കാഴ്ചപ്പാട് എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, മഹാനായ പാണക്കാട്ടെ പൂക്കോയ തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായി. എന്തായിരുന്നു ആ പ്രതിസന്ധി? ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു. അതാണ് അഖില കേരള